നവംബർ മാസം 20-ാം തീയതി ക്രിസ്തുവർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തുയേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനത്തിലേക്ക് കടക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ ദൈവവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പുത്രനെ അയച്ച് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്തു നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ, അവിടുത്തെ വചനത്തിലേക്ക് ഞങ്ങൾ തിരിയുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവികത്തിൽ മനസ്സിലാക്കുവാനും ഈ ദുഷ്ടലോകത്തിൽ എൻ്റെ നല്ല മക്കളായിട്ട് വിശുദ്ധന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത്ഭുതകരമായ പ്രവചനങ്ങളും പ്രവചന നിവൃത്തിയെ സംബന്ധിച്ച് അല്പമായിട്ട് പരിഗണിക്കുകയുണ്ടായി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ സുവിശേഷ വേലയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങളുൾപ്പെട്ട ഇൻ്റർനെറ്റ് വഴിയുള്ള ഫേസ്ബുക്കിലൂടെയുള്ള ഈ ശുശ്രൂഷയിൽ ഏറ്റവും അധികം ഈ സന്ദേശം കേട്ട ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചത്തെ സന്ദേശം. അത്ഭുതകരമായ വിധത്തിൽ ധാരാളം പേര് അത് കേൾക്കുകയുണ്ടായി. സാധാരണ കവിഞ്ഞ് കമൻസും വന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത് അത്ഭുതകരമായ പ്രവചനങ്ങളും പ്രവചന നിവൃത്തിയുമായിരുന്നു. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അതിൽ 4 കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചു. ഒന്ന്, തിരുവചനത്തിന് നിശ്ചയമായ നിവൃത്തി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുവചനത്തിലേക്ക് തിരിയേണ്ടതും പഠിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതായിട്ട് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. അതൊരു പ്രത്യക്ഷമായൊരു അടയാളമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഒരു പ്രത്യക്ഷമായ അടയാളങ്ങൾ കാണിച്ച് അവൻ ദൈവപുത്രനെ ക്രിസ്തു നമ്മളെ കാണിച്ചു. അത് ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ദൈവം അനുവദിച്ച് അതിലേക്ക് കടക്കും. അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവും അത് അത്ഭുതകരമായ രീതിയിൽ നമുക്കുള്ള ഒരു അടയാളം തന്നെയാണ്. AD 70 ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട മിക്ക ദേശങ്ങളിലും അതിദാരുണമായി പീഡിക്കപ്പെട്ട ഇസ്രായേൽ ജനം ദൈവവചനത്തിലെ പ്രവചനപ്രകാരം 1954 വർഷത്തിന് ശേഷം, ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു, 1954 വർഷത്തിന് ശേഷം രാഷ്ട്രമായി ശക്തനായ ഒരു സൈന്യമായി യുദ്ധങ്ങൾ ഇന്ന് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ദൈവിക പദ്ധതി എന്ന് മിത്രങ്ങളും അറിയുന്നില്ല, ശത്രുക്കളും അറിയുന്നില്ല. ശത്രുക്കൾ തീർച്ചയായിട്ടും ശത്രുക്കളാണ്. ശത്രുക്കൾ അത് ഗ്രഹിക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. അത് വളരെ ദാരുണമായ ന്യായവിധിയിലേക്ക് കടക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സദൃശവാക്യങ്ങളിൽ നിന്നൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അത് ഇപ്രകാരമാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. ഒരിക്കലൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും.
ദൈവത്തെ നിരാകരിക്കുന്ന ആൾക്കാർ, ദൈവജനമല്ല, ദൈവത്തിൻ്റെ ശത്രുക്കൾ, അവർ നാശത്തിലേക്ക് പോകാനുള്ള ശത്രുവിൻ്റെ ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. അഹങ്കാരവും അഹന്തയും. ഇത്ര ഭയാനകമായ യുദ്ധം നടന്നിട്ടും മാനസാന്തരത്തിലേക്ക് തിരിയാനോ അവർക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം അവർ സാത്താൻ്റെ ദൈവശത്രുവിൻ്റെ കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കിയേ പറ്റൂ. നാശത്തിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് സാത്താൻ അഹങ്കാരവും ഉന്നത ഭാവവും നൽകിയിരിക്കുന്നു. വളരെ ശോചനീയമാണ്. 1 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 45 വാക്യത്തിനോട് ബന്ധപ്പെട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് പ്രതിവഹിച്ച കാര്യം, അതിൻ്റെ പശ്ചാത്തലം ദാവീദിനെതിരായി വന്ന ഫെലിസ്തീയ ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തിൽ വളരെ പ്രസക്തമായ, ഇന്ന് നമുക്ക് പ്രസക്തമായ ഒരു വാക്യം കൂടിയാണ് അന്ന് ദാവീദ് പറഞ്ഞത് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഇത് ദാവീദ് ഗോലിയാത്തിനോട് പറയുന്ന, ഫെലിസ്തീനായ ഗോലിയാത്തിനോട് ദാവീദ് പറയുകയാണ്, നീ വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ, ദാവീദാകട്ടെ, നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ വരുന്നത്. ഇതാണ് വ്യത്യാസം. സാത്താനാൽ അഹങ്കാരികളും ഉന്നതഭാവമുള്ള ഒരു കൂട്ടര് ദൈവത്തിനും ദൈവജനത്തിനും എതിരായിട്ടുള്ളൊരു യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും വേദപുസ്തകത്തിലെ പ്രമാണങ്ങളനുസരിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളനുസരിച്ച് ദൈവം സർവശക്തനാകുന്നുവെങ്കിൽ അവന് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവൻ തന്നെ ജയിക്കും, അവൻ്റെ ധനം ജയിക്കും എന്നുള്ളത് അത് നമുക്ക് വളരെ കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാകാവുന്ന ഒരു ദൈവിക സത്യമാണ്. അതുകൊണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാവുന്നു. അതിൻ്റെ 1 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 47 വാക്യത്തിൽ അത് യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് ദാവീദ് പറയുകയാണ്. ദാവീദ് ചെയ്തുകൊണ്ടല്ല ആ യുദ്ധത്തിൽ അവർ ജയിച്ചത്, അത് യഹോവ അവരെ സഹായിച്ചത് കൊണ്ടാണ്. യഹോവയാണ് അവർ യുദ്ധം ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വെളിപാട് പുസ്തകം അതിൻ്റെ 19 അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് 19 അധ്യായം ഏകദേശം ഇനി സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. അതിൻ്റെ 19 അധ്യായത്തിൽ വെള്ളക്കുതിരയിൽ കർത്താവ് യേശു ക്രിസ്തു വരും. ആ യുദ്ധത്തിൽ അവൻ ഇസ്രായേലിന് വേണ്ടി പോരാടി അവർക്ക് വിജയം നൽകും എന്നുള്ള ഒരു വേദഭാഗമാണ് ഇത്. അതിപ്രകാരമാണ് മലയാള പരിഭാഷയിലേക്ക് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോട്
അവൻ്റെ സൈന്യത്തോടെ യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ്: ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു, അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇത് അന്ത്യകാലത്ത് ഇന്ന് കാണുന്ന യുദ്ധത്തിന് ഒരു സമാപ്തി വരികയും ഇസ്രായേലിന് സമാധാനം കിട്ടും, ഒരു അതിരുകൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടും, ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കും, അതുവഴി ലോകത്തെയും അനുഗ്രഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ശത്രുക്കൾ വീണ്ടും കൂടി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അതിൻ്റെ വക്കത്ത് എത്തുമ്പോൾ ഇസ്രായേൽ കർത്താവിലേക്ക് നോക്കും, കർത്താവ് വരും. ആ വരവിനെ കുറിച്ചാണ് ഈ 19-ാം അധ്യായത്തിൽ നാം എവിടെപാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിച്ചത്. അങ്ങനെ കർത്താവ് വന്ന്, യഹോവയാണ് യോദ്ധാവ്, യുദ്ധം യഹോവയുടെ ആണ്, ദൈവമാണ് ജയാളി എന്ന് അന്ന് കാണിക്കും. ഇസ്രായേൽ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ മനസ്സിലാക്കുകയും സമാധാനവും സന്തോഷവും ശാശ്വതമായ പ്രത്യാശയുമുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച വേറൊരു പ്രധാനപ്പെട്ട വിഷയം വേദപുസ്തകത്തിൽ പറയുന്ന പുനരുത്ഥാനമാണ്. ആ പുനരുത്ഥാനം, ആദ്യമായിട്ട് പുനരുത്ഥാന ശരീരത്തോടൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ അടുത്തതായിട്ട് ഈ പുനരുത്ഥാനത്തിൻ്റെ ക്രമത്തിൽ അടുത്ത പുനരുത്ഥാനം ലഭിക്കാൻ പോകുന്നത് ഇന്ന് പന്തക്കോസ് നാൾ മുതൽ, കർത്താവിൻ്റെ മരണശേഷം പന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അന്ന് മുതൽ ഉൽപ്രാവണം എന്ന് പറയുന്ന കർത്താവിലുള്ളവരെ, ക്രിസ്തുവിലുള്ളവരെ താൻ വന്ന് കൊണ്ടുപോകുന്ന, പുനരുദ്ധാന ശരീരത്തോടൊരു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രക്രിയ വരെ ഉള്ളവർക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശേഷം ആദ്യമായിട്ട് പുനരുദ്ധാന ശരീരം ലഭിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണം തിരുവചനം വായിക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പുനരുദ്ധാന ക്രമത്തിൽ ആദ്യം ക്രിസ്തു, അതിനുശേഷം ക്രിസ്തുവിലുള്ളവർ. സഭയുടെ പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പും ആശ്വാസവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം പരിഗണിക്കുകയുണ്ടായി. പുനരുത്ഥാനം എന്നുള്ളത് മരണമില്ലാത്ത, ഒരിക്കൽ പോലും ഇനി മരിക്കാത്ത വിധം നിത്യജീവനുള്ള ഒരു വ്യക്തിയായിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ പറ്റുമെന്നുള്ളത് അത് ഉറപ്പും അത് വലിയ പ്രത്യാശ വിഷയം തന്നെയാണ്. ഇന്ന് നമുക്ക് തിരുവചനത്തിലെ വിവിധ അത്ഭുതങ്ങൾ തിരുവചനത്തിൽ പോയി കാണാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവമാണ്. ആ വാഗ്ദാനം നൽകിയാൽ അത് അതേപടി ദൈവം ഉദ്ദേശിച്ച സമയത്ത് അത് നടക്കും എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതം. ദൈവം നമ്മെ വെറുതെ അടയാളങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. അതിൽ ഈ വാഗ്ദാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ അതിൻ്റെ നിവൃത്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എത്രയോ അത്ഭുതകരമായ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് എന്ന് നമുക്ക് അത് വിശ്വസിക്കാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന ഒരു വാഗ്ദാനം ദൈവം ആദാമിൻ്റെ ഭാര്യയായ ഹവ്വയ്ക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സ്ത്രീയുടെ സന്തതി മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിയും ലൂക്കോസിൻ്റെ സുവിശേഷ വംശാവലിയും നമ്മൾ പരിശോധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വംശാവലി എബ്രാഹിം, ദാവീദ് വഴിയാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. അപ്പം ഈ സ്ത്രീയുടെ സന്തതി എന്നുള്ളത് അത് നമുക്കറിയാം, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്നാൽ അത് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അത് ആ വംശാവലിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്
യേശുക്രിസ്തു ജനനം ആദാം സേത്തിലൂടെ യേശുക്രിസ്തു ജനിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനുശേഷം ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്ത സന്തതിയെ ദൈവം വാഗ്ദാനം ചെയ്തു. നിനക്ക് നിന്റെ ശരീരത്തിൽ നിന്ന്, സാറായിൽ നിന്ന് ഒരു സന്തതി ഉണ്ടാകും. എന്നാൽ അത് വാഗ്ദാനം കൊടുത്ത് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസഹാക്ക് ജനിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീയുടെ സന്തതിയും അബ്രഹാമിന് കൊടുത്ത സന്തതിയും അത് യേശുക്രിസ്തുവാണ് എന്നും അത് അവൻ ജനിക്കുന്നത് ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ വാഗ്ദാനം കൊടുത്തിട്ട് 4000 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കുന്നത്. ഗലാത്യ ലേഖനം 3:16 വാക്യത്തിൽ പറയുന്നത് ആ സന്തതി, എബ്രാഹിമിന് കൊടുത്ത ആ സന്തതി, വാഗ്ദാന സന്തതി, അത് യസഹാക്കാണ്. ആ യസഹാക്ക് ജനിച്ച അവൻ വഴിയാണ് യേശുക്രിസ്തു ജനിച്ചത്. അവനാണ് വാസ്തവത്തിൽ വാഗ്ദത്ത സന്തതി എന്ന് ഗലാത്യ ലേഖനം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വാഗ്ദത്ത നിവൃത്തി നമുക്ക് ലഭിക്കുന്നത് 4000 വർഷങ്ങൾക്ക്, പറഞ്ഞതിന് 4000 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജാതനാകുന്നത്. അതുപോലെ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു, ശുശ്രൂഷകൾ ചെയ്തു, പാപപരിഹാരാർത്ഥം കാൽവരി ക്രൂശിൽ അവൻ സർവ്വലോകത്തിൻ്റെ പാപത്തിനും പ്രായശ്ചിത്തമായി. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പ്രായശ്ചിത്തം ആകുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ഈ ലേഖനം അത് എഴുത്ത് ലഭിച്ച അവരോട് പറയുകയാണ്, അവൻ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതൊരു വാസ്തവമാണ്. എന്നാൽ നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. കർത്താവ് യേശുക്രിസ്തു 4000 വർഷങ്ങൾക്ക് ശേഷം വാഗ്ദത്ത സന്തതിയായിട്ട് ജനിച്ച് പാപ പരിഹാരം വരുത്തിയെന്നുള്ളത് അത്ഭുതകരമായ ഒരു വാർത്തയാണ്. അത് ദൈവം ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ ഭൂമിയിൽ, മനുഷ്യരുടെ മധ്യത്തിൽ ചെയ്ത, ഇസ്രായേലിൽ ചെയ്ത ഒരു വലിയ വാഗ്ദാനം ആണ്. അത്ഭുതമായ 2 കാര്യങ്ങൾ ഇവിടെ നിവൃത്തിയാകുകയാണ്. ആ കാര്യം ഒന്ന്, ഇത് ഒരു പ്രായശ്ചിത്തമായിരുന്നു എന്നുള്ളതാണ്. പ്രായശ്ചിത്തം, പാപപരിഹാര പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു മരിക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദാം പാപം ചെയ്തു, വിലക്കപ്പെട്ട ഖനിയിൽ നിന്ന് ഭക്ഷിച്ചു. അതാണ് അവൻ ചെയ്ത പാപം. അങ്ങനെ ആദാമിൻ്റെ പാപത്തിനും പകരക്കാരൻ യേശുക്രിസ്തുവാണ്. ആ പാപത്തിന് ആദാം ചെയ്ത പാപം, ആദാം ചെയ്ത പാപിയായ ആദാമിൻ്റെ മക്കളായി നാം എല്ലാവരും പാപികളായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ആദാമിൻ്റെ മക്കളുടെ, ആദാമിൻ്റെയും ആദാമിൻ്റെ മക്കളുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് യേശുക്രിസ്തു മരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആദാമിൻ്റെ പാപത്തിന് പകരക്കാരൻ, ആദാമിൻ്റെ മക്കളുടെയും പാപത്തിൻ്റെ പരിഹാരകൻ, അത് യേശുക്രിസ്തുവിന് ആണ് എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യം കൊണ്ട് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമാണ്. അപ്പോൾ ആദാമിലാണ് ആദ്യമായിട്ട് ജനിക്കുന്നത്. ആദാമാണ് ആദ്യമായിട്ട് ദൈവം ഉണ്ടാക്കുന്നത്. അവർ ജനിച്ച മക്കളാണ് നാം എല്ലാവരും. അങ്ങനെ സർവ്വലോകത്തിൽ എന്ന് പറയുമ്പോൾ ജാതിയും യഹൂദനും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജാതികളുടെയും യഹൂദിൻ്റെയും സകല മനുഷ്യരുടെയും സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത് അത്ഭുതകരമായ ദൈവിക വെളിപ്പാടാണ്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നില്ല, നിങ്ങളത് ദയവായി വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആദാമിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം തന്നെ നമുക്ക് ക്രിസ്തുവിൽ വീണ്ടും ലഭിക്കുകയാണ്. കാരണം അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. അതിനുള്ള യോഗ്യനും അവൻ ആയിരുന്നു. രണ്ടാമതായിട്ട് നാം കാണുന്നത് യഹൂദരെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്.
നമുക്കറിയാം, എബ്രാഹിമിനെ വിളിച്ചു, അവനൊരു വലിയ ജാതിയാക്കി, ഒരു രാഷ്ട്രമാക്കി, അവനെ വാഗ്ദത്ത ദേശം നൽകി, അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള നിവൃത്തി, അനുസരണം ആവശ്യമായിരുന്നു. ആ ആവശ്യം, ഇസ്രായേലിൻ്റെ ന്യായപ്രമാണ അനുസരണത്തിൻ്റെ ആവശ്യവും യേശു ക്രിസ്തു ചെയ്തു, അത് നിറവാക്കി നിവൃത്തിയാക്കി എന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുക. അത് ഞങ്ങളോട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം നിങ്ങൾ വായിച്ചാലും, എന്നാൽ റോമാലേഖനം 7-ാം അധ്യായത്തിന് 1 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 1 മുതൽ 4 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിൻ്റെ അവൻ്റെ മേൽ അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിന് സ്വതന്ത്രയാകുന്നു. 4-ാം വാക്യം ശ്രദ്ധിച്ചാൽ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിൽ നിന്ന് ഫലം കാക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനു ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മരണം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് കർത്താവ് അവനിൽ പാപമില്ല? നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും എന്ന് കർത്താവ് അവരെ വെല്ലുവിളിച്ചിട്ടുള്ളൂ. ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും അവൻ അനുസരണവും ന്യായപ്രമാണ നിവൃത്തിയും ചെയ്തു. അങ്ങനെ സർവ്വലോകത്തിൻ്റെയും യഹൂദിൻ്റെയും ജാതിയുടെയും സകലരുടെയും അവൻ രക്ഷിതാവും ആയിത്തീർന്നിരിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, പരിശുദ്ധനായ ദൈവം പരിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് പരിശുദ്ധനായ ദൈവമാണ്. ഈ പരിശുദ്ധനായ ദൈവത്തോട് ആദാം പാപം ചെയ്തു, അതവൻ്റെ മക്കൾ പാപം ചെയ്തു. ഈ പരിശുദ്ധനായ ദൈവത്തിന് എങ്ങനെ ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് അത്ഭുതകരമായ ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വാർത്തയുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അനുഭവം, അത്ഭുതം എന്ന് പറയുന്നത് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോഴാണ് എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ പുത്രൻ്റെ പാപപരിഹാര ജനനത്താലും പാപപരിഹാര ജീവിതത്താലും പരിപൂർണ അനുസരണത്താലും ന്യായപ്രമാണം നിവർത്തിച്ചതിലൂടെയും മനുഷ്യരാശിയുടെ പാപങ്ങൾ തങ്ങൾക്ക് പ്രായശ്ചിത്തമായി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിച്ച് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരിക്കലും വായിക്കാനാകില്ല. പരിശുദ്ധനായ ദൈവപുത്രനിൽ നമ്മുടെ രക്ഷ കണ്ടെത്തി. അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തു? പാപരഹിതനായിട്ട് ജനിച്ചു, പാപനായി ജീവിച്ചു, ദൈവത്തെ പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചു, ന്യായപ്രമാണം നിവർത്തിച്ചു. അങ്ങനെ കാൽവരി ക്രൂശിൽ പ്രായശ്ചിത്തമായി അത് ദൈവം തൃപ്തനായി ദേവന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് അത്ഭുതകരമായ ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, പ്രായശ്ചിത്തം ദൈവത്തിൻ്റെ സംതൃപ്തിയെ കുറിക്കുന്നു. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അത് പാപപരിഹാരത്തിന് പഴയ നിയമത്തിൽ നമുക്കറിയാം അത് മൃഗങ്ങളുടെ രക്തമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ സംതൃപ്തി നൽകുന്ന, നമ്മളെ ഒരു പാപിയെ രക്ഷിക്കാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ ഒരു പ്രായശ്ചിത്ത ബലിയായി ദൈവം അതിൽ സംതൃപ്തനായി. എൻ്റെ അടയാളം എന്താണ്? 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പാപപരിഹാര ബലിയിലും അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നാം പൂർണ്ണമായിട്ട് നിത്യമായിട്ട് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ
പ്രായശ്ചിത്തം ദൈവത്തിൻ്റെ സംതൃപ്തിയെ കുറിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏക ബലിയിൽ എന്നേക്കുമായി ദൈവം സംപ്രീതനായി. ഈ സംപ്രീതി, സാറ്റിസ്ഫാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും, അതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. അതിൻ്റെ അടയാളമാണ് അവന് മൂന്നാമത് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അങ്ങനെ ഈ യേശു ക്രിസ്തുവിൽ, അവനിൽ ക്രൂശിതനായ പ്രായശ്ചിത്തമായ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുന്നു, ആത്മരക്ഷ ലഭിക്കുന്നു, നിത്യജീവൻ കൃപയാൽ സൗജന്യമായി ലഭിക്കുന്നു. ഇത് സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് വളരെ, അത് കൃപയാൽ സൗജന്യമാണ് എന്നുള്ളതും അത് വിശ്വാസത്താൽ നമുക്ക് കരസ്ഥമാക്കുന്നു എന്നുള്ളതും വലിയ ദൈവിക മർമ്മങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് പരിശുദ്ധാലമാണ് നിങ്ങൾക്ക് ബോധ്യം നൽകുന്നത്. എന്നെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. ദൈവിക കാര്യങ്ങൾ ദൈവം തന്നെയാണ് നമുക്ക് അത് വെളിപ്പെടുത്തി തരേണ്ടത്. അങ്ങനെ നമുക്ക് സൗജന്യമായ, കൃപയാൽ സൗജന്യമായ രക്ഷ തൻ്റെ പുത്രനിൽ നൽകുന്നു. പാപിയായ മനുഷ്യന് എത്രയും അത്ഭുതകരമായ സുവിശേഷം ഇതാണ്. പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ പുത്രനിൽ അവൻ്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ നൽകുവാൻ, നിത്യരക്ഷ നൽകുവാൻ ദൈവം പ്രസാദമായി. ആയതിനാൽ ദൈവത്തിന് പ്രസാദമുള്ള ഏകബലി അർപ്പിപ്പാൻ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത മാസം ആഘോഷിക്കാൻ പോകുന്നത്, ക്രിസ്മസ്. പരിശുദ്ധനായ പിതാവിൻ്റെ പരിശുദ്ധനായ പുത്രൻ വന്ന് നമുക്ക് പാപപരിഹാര ബലി നടത്തി. അതിനുവേണ്ടി മനുഷ്യാവതാരം, അതാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഈ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായ ശേഷം അവൻ ദൈവപുത്രനാണ് എന്നും അവൻ ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്നും അന്നത്തെ യഹൂദ ജനത്തിന് ഉറപ്പിച്ച് അടയാളം കൊടുത്തു. അത് നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടി 7 അത്ഭുതങ്ങൾ ചെയ്തു. 7 അത്ഭുതങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യം കാനായിലെ വെള്ളം വീഞ്ഞാക്കി. അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ മഹത്വം കാണിക്കാനായിട്ട്. അതിനുശേഷം രാജഭൃത്തൻ മകനെ സൗഖ്യമാക്കി. അത് ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിന് എടുത്തിരിക്കുന്നതാണ്. 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണം, 4-ാം അധ്യായത്തിൽ രാജഭൃത്തൻ്റെ മകനെ സൗഖ്യമാക്കി. എന്നാൽ 5-ാം അധ്യായത്തിൽ നമുക്ക് ഒരു 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയാണ്. 38 വർഷം. അത് നിങ്ങൾ വായിച്ചാലും അത് 6-ാം അധ്യായത്തിൻ്റെ, അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അത് മാത്രമല്ല 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തൃപ്തരാക്കി. ആ തൃപ്തരാക്കിയതിന് ശേഷം ഈ 5 അപ്പവും 2 മീനിനും ബാക്കി ശേഷിച്ച് 12 കോട്ടയായിരുന്നു എന്ന് വേദത്തിൽ എഴുതിയിരിക്കുക. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ അവൻ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിസ്സംശയം അത് തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വെള്ളത്തിന് മേൽ കർത്താവ് നടന്നു. യോഹന്നാന്റെ 6-ാം അധ്യായത്തിലാണ്. അതുപോലെ തന്നെ ജന്മന കുരുടനായവനെ കാഴ്ച നൽകി. ജന്മന കുരുടനായവൻ, അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന 9-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൽ അത് 7-ാമതായിട്ട് 11-ാം അധ്യായം, യോഹന്നാന്റെ 17-ാം അധ്യായത്തിൽ 1 മുതൽ 16 വാക്യങ്ങൾ, മരിച്ച ലാസറിനെ അടക്കി 4 ദിവസങ്ങൾക്ക് ശേഷം അവനെ യേശുക്രിസ്തു വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ളത്. അങ്ങനെ 7 അത്ഭുതങ്ങൾ കാണിച്ച് അതിനെക്കുറിച്ച് യോഹന്നാൻ ഈ 20-ാം അധ്യായത്തിൽ വായിച്ച വേദഭാഗമാണ് നമ്മുടെ തിരുവചന വായനയ്ക്കായിട്ട് നമ്മൾ എടുത്തത്. അതിൽ 30-ഉം 31-ഉം വാക്യങ്ങൾ ഈ അടയാളങ്ങൾ യേശുവിനെ വെളിപ്പെടുത്തി. യേശുവിനെ കൃത്യമായിട്ട് അറിഞ്ഞ് അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് ഇതെല്ലാം ലഭിക്കാൻ പോകുന്നത്. അതിനുള്ള അടയാളങ്ങൾ അന്ന് യഹൂദന്മാർക്ക് നൽകി. ഇന്ന് വേദപുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദൈവം അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ വിശ്വസ്തയും വാഗ്ദത്തങ്ങളെയും ഉടമ്പടികളിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. പറയുന്ന എന്നിൽ വിശ്വസിക്കാൻ വേണ്ടിയല്ല. ഇന്നത്തെ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് അവിടെയാണ് തോറ്റുപോകുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നാണ് അവർ കാണിക്കുന്ന ഈ അത്ഭുതങ്ങളിലൂടെ കാണുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പുത്രനെ അയച്ചത് അവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് യഹൂദജനം മനസ്സിലാക്കേണ്ടതിനും അവൻ വിശ്വസിക്കേണ്ടതിനും വേണ്ടി
ഈ അടയാളങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തൊക്കെയായിരുന്നല്ല ഏറ്റവും വലിയ അത്ഭുതം ഈ പുത്രരിൽ നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളിൽ ക്രിയ ചെയ്യുന്നു, പരിശുദ്ധാത്മ നമ്മൾക്ക് ബോധ്യം നൽകുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മൾ ദൈവമക്കളായിത്തീരുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു വ്യക്തി ജീവിതം നമുക്ക് നടക്കാവുന്നത്. അങ്ങനെ 20-ാം അധ്യായത്തിൽ 31 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അത് ഒന്നുകൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 30-ഉം 31 വാക്യങ്ങൾ. 30-ാം വാക്യം ഇപ്രകാരമാണ്. 20-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-ഉം 31 വാക്യങ്ങൾ ഞാനൊരു വായിക്കുകയാണ്. എങ്കിൽ പ്രകാരമാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഈ 7 അത്ഭുതങ്ങളാണ്. വേണമെങ്കിൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കണക്ക് ചെയ്തു. എന്നാൽ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്തിനു വേണ്ടി ഇത് എഴുതിയിരിക്കുന്നതെന്നും 31-ാം വാക്യത്തിൽ എഴുതിയ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾ ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ അത്ഭുതങ്ങളാണ്. അത് അവൻ ഈ അത്ഭുതങ്ങൾ കാണിച്ച 7 അത്ഭുതങ്ങൾ കാണിച്ച അവനാണ് ദൈവപുത്രനായ. അവൻ ദൈവപുത്രനാണ്, അവൻ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചത്. അതൊരു പ്രായശ്ചിത്തമായിരുന്നു. ദൈവം സംപ്രീതനായി എന്ന് വേദപുസ്തകത്തിലൂടെ നാം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ദൈവിക അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നാം ഇത് വിശ്വസിക്കുമോ, ഇതിൻ്റെ ഫലം നമ്മൾക്ക് സ്വന്തമാക്കുമോ, സ്വയാത്തമാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യേശു ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പാപപരിഹാരകനാണ്. അവൻ്റെ പാപപരിഹാര ബലി, ആ പ്രായശ്ചിത്തം ദൈവം പൂർണ്ണമായിട്ട് അത് അംഗീകരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് തൃപ്തിയുള്ള പാപപരിഹാരം യേശു ക്രിസ്തു ചെയ്തു. ആരാണ് യേശു ക്രിസ്തു? ദൈവപുത്രനായ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന നിങ്ങളിത് വിശ്വസിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അവിടുത്തെ അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് വായിക്കാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അഹങ്കാരവും ഞങ്ങളുടെ ഉന്നത ഭാവവും വിട്ട് ദൈവത്തിൻ്റെ ശത്രുത്വം വിട്ട് ദൈവത്തിൻ്റെ മിത്രമായി തീരുവാൻ, ദൈവത്തിന് എളിമയുള്ളവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവ് നടത്തിപ്പും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.